സ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പോയിന്റ് ജുവലായിട്ട് കാണും, ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും കണ്ണിന് ഫോക്കസ് ചെയ്യുമ്പോൾ. എത്ര നാളായി? 11 വർഷമായിട്ട്. 11 വർഷം. അപ്പൊ എനിക്ക് ബാക്കിലൊന്നും ഇരുന്നാൽ കാണാൻ പറ്റില്ല. മമ്മിയോട് എപ്പോഴും പറയും ഫ്രണ്ടിൽ വന്നിരിക്കണം കാണണമെങ്കിൽ എന്ന് പറയാം. യു ആർ സിറ്റിംഗ് സംവെയർ ദേർ അല്ലേ? ഇവിടെ ഇരിക്കണം. ഓക്കേ, അവിടെ ആയിരുന്നു. അപ്പം ഇപ്പം പ്രാക്ടീസ് അത് മാത്രം എനിക്ക് ഒരാഴ്ചയായിട്ട് ഈ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര ഹീറ്റ് ആയിരുന്നു കണ്ണിൽ എപ്പോഴും. അപ്പൊ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പം കണ്ണ് ഫസ്റ്റ് ഭയങ്കര കൂൾനെസ് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് എന്നോട് പ്രാർത്ഥിച്ച സിസ്റ്റർ പറഞ്ഞു എടുത്ത് നോക്കാൻ പറയും. അപ്പൊ എനിക്ക് അന്നേരം ഒന്നും ഫീൽ ചെയ്തില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ എനിക്ക് പോയിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ക്ലിയർ ആയിട്ട്. പൂർണ്ണമായി കർത്താവ് സൗഖ്യമാക്കി. ഈ അമ്മച്ചിക്ക് 10 വർഷമായിട്ട് ദൂരക്കാഴ്ച ഇല്ലായിരുന്നു. ദൂരക്കാഴ്ച കുറവായിരുന്നു. 10 വർഷമായി 10 വർഷമായിട്ട് എനിക്ക് ദൂരക്കാഴ്ച വളരെ കുറവായിരുന്നു. അപ്പൊ അമ്മച്ചിക്കും ഞങ്ങളെ കാണാൻ പറ്റുന്നില്ലായിരുന്നോ? അടുത്ത് വന്നിരിക്കണം. അതിനാ മുമ്പിൽ വന്നിരിക്കും. എപ്പോഴും പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ വന്നിരിക്കും. നന്നായി. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ ഒരു വലിയ പവർ ഇങ്ങോട്ട് വന്ന് പുറമോട്ട് പറഞ്ഞു പോയി. പവർ വന്ന് താഴോട്ട് പോയി. എഴുന്നേറ്റ് വന്നപ്പോൾ ബെസ്റ്റ് കാണാം. എല്ലാം കാണാം. കരങ്ങളൊക്കെ നടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്ത്. തങ്കു ബ്രദർ 2 ദിവസത്തേക്ക് UK ഉണ്ടായിരിക്കും. ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രം. ശനിയാഴ്ച രാവിലെ നോർത്തേൺ അയർലൻഡ് ബെൽഫാസ്റ്റിൽ രാവിലെ മീറ്റിംഗ് ഉണ്ട്. ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ച രാവിലെയും ബർമിംഗ്ഹാമിൽ തങ്കു ബ്രദർ ഉണ്ടായിരിക്കും. ഈ ശനിയും ഞായറും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടെയുള്ളവരെ അറിയിക്കണം. വെബ്സൈറ്റിൽ എന്നെ കാണുന്നവർ ആ മീറ്റിംഗിന് വരണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കും. ഈ മാസം ജൂൺ 29, 30, തുടർന്ന് ജൂലൈ 1, 2, 3, 4 ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള അത്രയും ദിവസങ്ങൾ വീണ്ടും കോട്ടയത്ത് ഉപവാസവും പ്രാർത്ഥനയുമാണ്. വളരെ ശ്രദ്ധിക്കണം. അതിൽ 29, 30, 1 ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 3 ദിവസങ്ങൾ ശുശ്രൂഷയിൽ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ആ ദിവസങ്ങളിലെ ഉപവാസവും പ്രാർത്ഥനയും. എന്നാൽ അത് കഴിഞ്ഞുള്ള ദിവസങ്ങൾ വെള്ളി, ശനി, ഞായർ ആ 3 ദിവസങ്ങൾ എല്ലാവർക്കും വരാം. അത് പ്രത്യേകമായ ശാപവിമുക്തി ശുശ്രൂഷയും രോഗസൗഖ്യ ശുശ്രൂഷയും എല്ലാം ആ ദിവസങ്ങളിൽ നടക്കും. എന്നാൽ ആദ്യത്തെ 3 ദിവസങ്ങൾ നിങ്ങളൊരു ശുശ്രൂഷകനാണോ, ഒരു അച്ഛനോ, ഒരു പാസ്റ്ററോ, ഒരു ഇവാഞ്ചലിസ്റ്റോ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും നിങ്ങൾ കടന്നു വരണം. നിങ്ങളൊരു കെയർ സെൽ ലീഡർ ആയിരിക്കാം, പ്രയർ സെൽ ലീഡർ ആയിരിക്കാം, അല്ല നിങ്ങളൊരു സാധാരണ വിശ്വാസിയാ, പക്ഷേ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കണം, എന്റെ കയ്യാലും ദൈവം പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ആദ്യത്തെ ജൂൺ 29, 30, 1 3 ദിവസങ്ങൾ ശുശ്രൂഷകർക്കായി ഉപവാസവും പ്രാർത്ഥനയും. തുടർന്ന് ഉള്ള വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങൾ എല്ലാവർക്കുമായി ഉപവാസവും പ്രാർത്ഥനയും വിടുതൽ ശുശ്രൂഷയും കോട്ടയത്ത് നടക്കുന്നു. നിങ്ങൾ എല്ലാവരും വരണം. ആ മീറ്റിംഗിൽ തങ്കു ബ്രദറും ഞാനും ഞങ്ങളോടൊപ്പം കർത്താവിൽ പ്രസിദ്ധനായ ബ്രദർ റാം ബാബുവും ശുശ്രൂഷിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരിക്കും. നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു. ഈ സിസ്റ്റർക്ക് 1 വർഷമായിട്ട് ലങ്സ് ചുരുങ്ങിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ എങ്ങനെ അറിയാം ചുരുങ്ങിയിരിക്കുകയായിരുന്നെന്ന്? ചെക്കപ്പ് ചെയ്തപ്പം പറഞ്ഞു. ആശുപത്രി ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ ലങ്സ് ചുരുങ്ങിയിരിക്കുകയെന്ന് ഡോക്ടർ പറഞ്ഞു. ഏത് ഡോക്ടറാ പറഞ്ഞേ? ഏത് ആശുപത്രിയിലാ പറഞ്ഞേ? അമൃതയില്. അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ട് എന്താ? ശ്വാസം മുട്ടല്, നെഞ്ചും പുറം അടച്ച് വേദന, കൈക്ക് വേദന, കാലിന് വേദന, നല്ല വണ്ണമായിരുന്നു. ഇവിടെ വന്നപ്പോഴും ഈ ബുദ്ധിമുട്ടായിട്ടാണോ വന്നേ? അത് തന്നെ. പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചേ? പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ ദേഹത്തുനിന്ന് എന്തോ പറന്നു പോകുന്നതുപോലെ എനിക്ക് തോന്നി. എനിക്ക് ശരീരം അനങ്ങാൻ വയ്യായിരുന്നു. എന്നെ വണ്ടിയിലാണ് 3 ദിവസമായിട്ട് ഇവിടെ രാവും പകലും കൊണ്ടുവന്നോണ്ട്. വണ്ടിയിലാണോ കൊണ്ടുവരുന്നത്? ആരാ കൂടെ വരുന്നേ? കൂടെ ചേട്ടന്റെ മോനുണ്ട്. ചേട്ടന്റെ മോൻ എന്ത് ചെയ്യും? വണ്ടിയെ കൊണ്ടുവരുന്ന ചേട്ടന്റെ മോൻ ഏറ്റവും പുറകെ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് വന്നേ. Dancing's my soul, my Savior God, to thee. How great thou art, how great thou art. ഈ സഹോദരി പറഞ്ഞ ശരിയാണോ? 3 ദിവസമായിട്ട് വണ്ടിയിലാണോ കൊണ്ടുവരുന്നത്? അതന്നെ, 3 ദിവസമായിട്ട് ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുവന്നത്. ഇവിടെ എന്താ കാര്യം അങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്ന? ആന്റിയുടെ ലെങ്സ് ചുരുങ്ങിയിരിക്കുന്ന പറഞ്ഞ് ശ്വാസം മുട്ടലായിട്ട് തീരെ കിടപ്പായിരുന്നു. അനങ്ങാൻ പറ്റാതെ എഴുന്നേക്കാൻ പറ്റാതെ കിടപ്പായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു, യേശു തീർച്ചയായിട്ടും നിങ്ങളെ വിടിവിക്കും, എഴുന്നേറ്റ് കടന്നു വരുവാണ്. അങ്ങനെയാണ് കൊണ്ടുവന്നത്.
ഇപ്പോൾ കാണുമ്പോൾ വ്യത്യാസം വരും. ഇപ്പോൾ കാണുമ്പോൾ വ്യത്യാസമുണ്ട്. രാവിലെയൊക്കെ പതിയെ പതിയായിരുന്നു നടന്നത്. ഇപ്പോൾ നടക്കുന്നതിനും അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നതിനും നല്ല ഉഷാറായിട്ടാണ് നടന്നു വന്നത്. സഹോദരിക്ക് എന്താ വ്യത്യാസം? എനിക്കിപ്പം നെഞ്ചിന് വേദന മാറി, വേദന മാറി, പുറത്ത് വേദന മാറി, കൈക്ക് വേദന മാറി, കൈയൊന്നും പൊങ്ങത്തില്ലായിരുന്നു. തകരാറെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അനങ്ങാൻ വയ്യാതെ ഇരുന്നോണ്ടിരുന്നത്. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ സിസ്റ്റർ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് തുള്ളുന്നത് കണ്ടു. തുള്ളിയിട്ട് പറഞ്ഞ് എന്നെ സൗഖ്യമാക്കി സൗഖ്യമാക്കി എന്ന് പറഞ്ഞ്. സഹോദരി, കർത്താവ് എന്നോട് പറയുന്നത് എന്താണെന്നറിയോ? കർത്താവിന്റെ ഹിതം സൗഖ്യമാണ്. കർത്താവ് സൗഖ്യമാക്കുന്നതാണ്. ഹല്ലേലൂയ. രോഗമൊന്നും തന്ന് കഷ്ടപ്പെടുത്തുന്നല്ല. സൗദി വേണ്ടാത്തതെല്ലാം കേട്ട് കേട്ട ഇതിങ്ങനെ ബന്ധനത്തിലായത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞത്, ഷീസ് ബീങ് ബൗണ്ട് ബൈ റോങ് ടീച്ചിങ്സ്. ഹല്ലേലൂയ. സ്വതന്ത്രരായിരിക്കുക. ഇന്നും ആ ബാധ വിട്ടുമാറിയിരിക്കുക. കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്ത്. ശരീരത്തിൽ ഒരു തീ വന്ന് വീണു. ശരീരത്തിലൊരു തീ വന്ന് വീണു. Oh, the glory of God. സൗഖ്യം എന്റെ ശരീരത്തിൽ അറിഞ്ഞു. എനിക്ക് അനങ്ങരുത്, വെളിയിലിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞാണ് എന്നെ വീട്ടിനകത്ത് ഇരുത്തിയത്. എന്റെ മക്കളാണ്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. ഇടം കൊടുത്ത് ഒന്ന് നടന്ന് കാണിച്ചു. കുറച്ച് സ്പീഡിൽ നടക്കട്ടെ. കുറച്ചുകൂടെ ഇങ്ങോട്ട് തിരിച്ചു വന്നേ. തിരിച്ച് ഇതുവരെ നടക്കാൻ മേലായിരുന്നു. ഇതുപോലെ നടക്കത്തില്ലായിരുന്നു. ഇതുവരെ നടക്കത്തില്ലായിരുന്നു. ഇതുപോലെ നടക്കത്തില്ലായിരുന്നു. പതിയെ പതിയെ ഞങ്ങൾ പിടിച്ച റൂമിൽ നിന്ന് വെളിയിൽ ഇറക്കുന്നതൊക്കെ. ഹല്ലേലൂയ. നിങ്ങൾ രണ്ടുപേരും സ്റ്റേജിൽ ഒന്ന് വന്നേ. ഇന്ന് കാണണം, ലോകം കാണട്ടെ. 8 വർഷമായി നൃത്തത്തോടെ പാടുക നാം, നൃത്തത്തോടെ പാടുക നാം, നൃത്തത്തോടെ പാടുക നാം. ഹല്ലേലൂയ യേശുവിന്. നൃത്തത്തോടെ പാടുക നാം, നൃത്തത്തോടെ പാടുക നാം, നൃത്തത്തോടെ പാടുക നാം. ഹല്ലേലൂയ യേശുവിന്. ഈ ഇത്ര ഓടിയിട്ട് ഒരു കുഴപ്പമില്ല. ഈ ലങ്സ് ചുരുങ്ങി എന്ന് പറയുന്നത് കർത്താവ് പുതിയ ലങ്സ് സൃഷ്ടിച്ചതാ. അല്ലെങ്കിൽ ഈ ഓട്ടോ ഇവിടെ ഓടത്തില്ല. സഹോദരന് കൂടെ വന്ന അങ്കിളുടെ മകൻ ഇങ്ങ് വന്നേ. ഹല്ലേലൂയ. ഈ ഇതുപോലെ നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. ഈ ഓട്ടോ ഓടുന്ന കണ്ടിട്ട് അതിശയം തോന്നുന്നു. സൗഖ്യമാക്കിയ ആളാരെന്ന് അറിയാമോ? യേശു. ഒന്ന് ഉറക്കെ പറഞ്ഞേ, യേശു. കഴിഞ്ഞ 6 മാസമായി ആർത്രൈറ്റിക് പ്രോബ്ലം ആയിരുന്നു. യുകെയിലായിരുന്നു. യുകെയിൽ നിന്ന് വന്നതാ. ഇവിടെ കഴിഞ്ഞ 42 ദിവസമായി ട്രീറ്റ്മെന്റിലായിരുന്നു. എന്നിട്ടും വിടുതൽ കിട്ടിയില്ല. ഇന്നലെയും ഇന്നും ഒക്കെ മീറ്റിംഗിന് വന്നു. തന്റെ ശരീരത്തിൽ ഒത്തിരി കൈ ഉയർത്താൻ മേലായിരുന്നു. കൈ ഉയർത്താൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഓക്കെ. കഴിഞ്ഞ 6 മാസമായി ആർത്രൈറ്റിക് പ്രോബ്ലത്താൽ താൻ ഭാരപ്പെടുമായിരുന്നു. കഴിഞ്ഞ 42 ദിവസമായിട്ട് ട്രീറ്റ്മെന്റിലായിരുന്നു. ഇന്നലെ മീറ്റിംഗിന് ഇവിടെ വന്നു. ഇന്ന് മീറ്റിംഗിൽ ഇവിടെ വന്നു. താൻ വന്നപ്പോൾ തനിക്ക് കൈ ഉയർത്താൻ സാധിക്കത്തില്ലായിരുന്നു. നടു ഇങ്ങനെ കുനിയാൻ ഒട്ടും സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് മീറ്റിംഗിന്റെ ഇടയിൽ കർത്താവ് യേശു ഇറങ്ങി വന്ന് തന്നെ തൊട്ടു ബെൽറ്റ് ഇട്ടാ വന്നേ. അത്ഭുത വിടുതൽ എന്ന് കർത്താവ് കൊടുത്തിരിക്കുക. ഈ ബെൽറ്റ് ഇല്ലാതെ ഇത് ലംബർ സാക്രൽ ബെൽറ്റ് ആണ്. LS ബെൽറ്റ് ആണ്. സ്റ്റീലൊക്കെ ഉള്ളതാ. ഈ നടു ഇടാൻ യു കുഡ് നോട്ട് മൂവ് അല്ലേ? കൈ പൊക്കാനും ഒക്കെ ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇപ്പൊ കൈ ഒന്ന് പൊക്കിക്കേ. നോ പ്രോബ്ലം. ഓക്കെ. എന്തായിരുന്നു പ്രോബ്ലം? ആർത്രൈറ്റിസ് ആയിരുന്നു. ആർത്രൈറ്റിസ് എല്ലാ ജോയിന്റ്സും സ്വെല്ലിങ്ങും പിന്നെ വേദനയാണ്, ഭയങ്കര വേദനയാണ്. ഓക്കെ. ആ ബെൽറ്റ് ഇട്ടിരിക്കുന്ന കുനിയാൻ മേലാത്ത നടുവേദന കാരണമായി സപ്പോർട്ടിന് വേണ്ടി ഇപ്പം കുനിയൊന്ന് കാണിക്കാമോ? കൻ യു ബെൻഡ് ആൻഡ് സീ? ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ശോകരോ. ഒരു കുഴപ്പമില്ല. യേശു. What happened? പ്രാർത്ഥിച്ചപ്പോൾ what did you feel? എനിക്കൊരു സന്തോഷം വന്നേ. ഞാൻ ചിരിക്കത്തില്ലായിരുന്നു. For last 6 months ഞാൻ ചിരിക്കുന്നില്ലായിരുന്നു. നന്നായിട്ട് ചിരിക്കുമ്പോൾ തന്നെ അറിയാൻ കർത്താവ് വന്നിട്ടുണ്ടെന്നും സൗഖ്യമായിട്ടുണ്ടെന്നും. ആർത്രൈറ്റിസ് മുഴുവൻ. എന്നാൽ you should forgive. Arthritis is because of self-condemnation, self-pity and non-forgiveness. മനസ്സിലായോ? So what you should do is to forgive. Let go of things. Don't hold on to it.